ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് സൈക്കോളജിയിലെ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ഒരു മോക്ക് ടെസ്റ്റാണ്. ഇതിൽ നിങ്ങൾ എത്ര പേര് ഫുൾ മാർക്ക് വാങ്ങും എന്നൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ്സിൽ കൂടുതൽ കമൻറ്റുകളൊക്കെ വരികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിനേക്കാളും ടൈറ്റായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വരുന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ സൈക്കോളജി ചോദ്യങ്ങളെക്കാളും ഈ ചോദ്യങ്ങൾ കുറച്ചുകൂടി സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ തെറ്റാൻ സാധ്യത കൂടുതലുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ്. സൈക്കോളജി ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇങ്ങനെയായിരിക്കും, കുറച്ച് വലുതായിരിക്കും. അപ്പോൾ ഇത് വായിച്ച് ശീലമുണ്ടെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെൻ്റ് ഒക്കെ കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നൽകിയിരിക്കുന്ന സവിശേഷതകൾ പരിശോധിച്ച് പിയാഷെയുടെ വൈജ്ഞാനിക വികാസത്തിൻ്റെ ഘട്ടം ഏതെന്ന് തിരിച്ചറിയുക. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്ക്. അവിടെ നിന്ന് വന്നൊരു ചോദ്യമാണ്. ഭാഷ വികസിക്കുന്നു, വസ്തുക്കളെ സൂചിപ്പിക്കുവാൻ പ്രതിരൂപങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്നു. ഒന്നാമത്തെ പ്രസ്താവന. സ്വന്തം വീക്ഷണകോണിലൂടെ മാത്രം കാര്യങ്ങൾ നോക്കിക്കാണുന്നു. രണ്ടാമത്തേത് കേന്ദ്രീകൃത ചിന്തനം. മൂന്നാമത്തേത്. നാലാമത്തേത് ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കുവാൻ കഴിയുന്നു. അഞ്ചാമത്തേത് എല്ലാ വസ്തുക്കൾക്കും ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നതായി കരുതുന്നു. ഈ തന്നിരിക്കുന്ന 5 സവിശേഷതകൾ ഇത് പരിശോധിച്ചിട്ട് പിയാഷെയുടെ വൈജ്ഞാനിക വികാസത്തിൻ്റെ ഘട്ടം ഏതാണ് എന്ന് തിരിച്ചറിയുക. ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഓപ്ഷൻസ് ഇതാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ കമൻറ്റ് ചെയ്യണം. രണ്ടാമത്തെ ചോദ്യം. ആശയ രൂപീകരണം നടക്കുന്നത് 3 ഘട്ടങ്ങളിലൂടെ ആണെന്നാണ് ബ്രൂണർ അഭിപ്രായപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആശയ രൂപീകരണ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രതീകാത്മക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, ബിംബന ഘട്ടം, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി പ്രവർത്തന ഘട്ടം. അപ്പം 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. പ്രതീകാത്മക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, ബിംബന ഘട്ടം, പ്രവർത്തന ഘട്ടം എന്നിങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഓർക്കുന്നവർക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. യെസ്. മൂന്നാമത്തെ ചോദ്യം. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അഥവാ ZPD-യുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ജെറോം എസ് ബ്രൂണർ, പിയാഷെ, സ്കിന്നർ, വൈഗോട്സ്കി എന്നിങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മനഃശാസ്ത്രജ്ഞൻ ആരാണ്? നാലാമത്തെ ചോദ്യം. എറിക് എറിക്സന്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്ത പ്രകാരം ഊർജ്ജസ്വലത വേഴ്സ് അപകർഷത എന്ന ഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷത. ഊർജ്ജസ്വലത, അപകർഷത എന്ന ഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷത എന്താണ്? എറിക് എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്ത പ്രകാരം ഊർജ്ജസ്വലത, അപകർഷത എന്ന ഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷത ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ. മുതിർന്നവരുടെ ലോകത്തിൽ നിന്നും കുട്ടികൾ സമപ്രായക്കാരുടെ ലോകത്തെത്തുന്നു. ഓപ്ഷൻ ബി. കൗമാര കാലഘട്ടത്തിലെ അസ്തിത്വ പ്രതിസന്ധി. ഓപ്ഷൻ സി. വാർദ്ധക്യത്തിൽ അനുഭവപ്പെടുന്നു. ഓപ്ഷൻ ഡി. ശാരീരികവും ബുദ്ധിപരവും ഭാഷാപരവുമായ വികാസം സാധ്യമാക്കുന്ന ഘട്ടം. ഇതിലേതാണ് ഊർജ്ജസ്വലത, അപകർഷത എന്ന ഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷത? കിട്ടിയില്ലേ? അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും അടിയിലായി നൽകിയിട്ടുള്ളത് ഏതാണ്? എബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും അടിയിലായി നൽകിയിട്ടുള്ളത് എന്താണ്? ജൈവിക ആവശ്യങ്ങൾ, സുരക്ഷിതത്വം, ആത്മസാക്ഷാത്കാരം, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. ഈ ചോദ്യം നേരെ തിരിച്ച് വേറൊരു രീതി ചോദിക്കാറുണ്ട്. ഇവിടെ വേറൊരു ടൈപ്പിലാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും അടിയിലായി കാണപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം. ഒരു കുട്ടി യോജിച്ച വാക്കുകൾ ഒഴുക്കോടെ പ്രയോഗിച്ച് ആശയപ്രകാശനം നടത്താൻ പ്രാപ്തനാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമനുസരിച്ച് ഈ കുട്ടിയിൽ പ്രബലമായി നിൽക്കുന്ന ബുദ്ധി വിഭാഗം ഏതാണ്? ഒരു കുട്ടി യോജിച്ച വാക്കുകൾ ഒഴുക്കോടെ പ്രയോഗിച്ച് ആശയപ്രകാശനം നടത്താൻ പ്രാപ്തനാണ്.
ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് ഈ കുട്ടിയിൽ പ്രബലമായി നിൽക്കുന്ന ബുദ്ധി വിഭാഗം ഏതാണ്? യുക്തിചിന്താ ഗണിതപരമായ ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, ഭാഷാപരമായ ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി. ഏഴാമത്തെ ചോദ്യം, കുട്ടികളുടെ ഭാഷാ വികാസത്തിൽ സാമൂഹിക പരിസരത്തിന് ശ്രദ്ധേയമായ സ്ഥാനമുണ്ട്. ആരുടെ അഭിപ്രായമാണിത്? കുട്ടികളുടെ ഭാഷാ വികാസത്തിൽ സാമൂഹിക പരിസരത്തിന് ശ്രദ്ധേയമായ സ്ഥാനമുണ്ട്. ആരുടെ അഭിപ്രായമാണിത്? എട്ടാമത്തെ ചോദ്യം, അപ്പു എന്ന വിദ്യാർത്ഥിയെ അധ്യാപകൻ അനാവശ്യമായി വഴക്ക് പറയുക പതിവാണ്. അധ്യാപകനോട് മറുപടി പറയാൻ അപ്പുവിന് സാധിക്കാറില്ല. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അവൻ വീട്ടിലെത്തിയാൽ അമ്മയോടും സഹോദരങ്ങളോടും അകാരണമായി കോപിക്കുന്നു, അവരെ വഴക്കു പറയുന്നു. മനഃശാസ്ത്രപരമായി ഡിഫൻസ് മെക്കാനിസം എന്ന് വിളിക്കുന്ന ഈ തന്ത്രത്തിൽ ഏതാണ് അപ്പു ഇവിടെ പ്രയോഗിച്ചത്? അനുപൂരണം, സ്ഥാനഭ്രംശം, പശ്ചാത്ഗമനം, പ്രക്ഷേപണം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കുക, പോസ് ചെയ്ത് നോക്കുക. 9ാമത്തെ ചോദ്യം, ജീവിതത്തെ പ്രതിസന്ധി ഘട്ടങ്ങളായി വിഭജിച്ചുകൊണ്ടുള്ള സിദ്ധാന്തം രൂപീകരിച്ച മനഃശാസ്ത്രജ്ഞനാണ്? കോൾബർഗ്, കോൾ റോജേഴ്സ്, എറിക്സൺ, ഫ്രോയിഡ്. സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ്. ഇതിനു മുമ്പ് ഇതേ ചോദ്യം വന്നിട്ടുണ്ട്. 10ാമത്തെ ചോദ്യം, സമർത്ഥരായ സഹപാഠികളുടെയോ മുതിർന്നവരുടെയോ സഹായം പഠിതാവിനെ സ്വയം എത്തിച്ചേരാൻ കഴിയുന്നതിനേക്കാളും ഉയർന്ന വികാസ മേഖലയിൽ എത്തിച്ചേരാൻ സഹായിക്കും എന്ന് സിദ്ധാന്തിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദ്യം. ഇതേ ചോദ്യം ഇതേ ക്ലാസ്സിൽ വേറൊരു രീതി ചോദിച്ചിട്ടുണ്ട്. അതേതാണ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതിനുള്ള ഉത്തരവും കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? 10 ചോദ്യങ്ങൾ നമ്മൾ നോക്കി. ഇതിൽ ഓരോ ചോദ്യങ്ങളുടെ ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? പരിശോധിക്കാൻ പോവുകയാണ്. നൽകിയിരിക്കുന്ന സവിശേഷതകൾ പരിശോധിച്ച് പിയാഷെയുടെ വൈജ്ഞാനിക വികാസത്തിൻ്റെ ഘട്ടം ഏതെന്ന് തിരിച്ചറിയുക. ഇവിടെ ബാക്കി ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഈ 5ാമത്തെ പോയിന്റ് നിങ്ങൾ നോക്കുക. എല്ലാ വസ്തുക്കൾക്കും ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പ്രകടമാകുന്നതായി കരുതുന്ന ഘട്ടം അനിമിസം കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമുക്ക് കിട്ടും. പ്രാഗ് മനോവ്യാപാര ഘട്ടമാണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്, പ്രാഗ് മനോവ്യാപാര ഘട്ടമാണ് എന്നുള്ളതാണ്. 2ാമത്തെ ചോദ്യം, ആശയ രൂപീകരണം നടക്കുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണെന്നാണ് ബ്രൂണർ അഭിപ്രായപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആശയ രൂപീകരണ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് നോക്കണേ. ഇദ്ദേഹത്തിൻ്റെ ആശയ രൂപീകരണ ഘട്ടത്തിലെ 3 ഘട്ടങ്ങൾ ഏതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ആദ്യം നമുക്ക് പറയാം പ്രതീകാത്മക ഘട്ടം, പിന്നെ ബിംബന ഘട്ടം, പിന്നെ പ്രവർത്തന ഘട്ടം. അപ്പോൾ ഇതിൽ ഏത് വരില്ല? പ്രാഗ് മനോവ്യാപാര ഘട്ടം വരില്ല. പ്രാഗ് മനോവ്യാപാര ഘട്ടം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? പിയാഷെയുടെ വൈജ്ഞാനിക വികാസത്തിൻ്റെ ഘട്ടമാണ്. ഇവിടെ ചോദിച്ചത് ആശയ രൂപീകരണ ഘട്ടം ബ്രൂണറുടെ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. അപ്പോൾ പ്രാഗ് മനോവ്യാപാര ഘട്ടം ബ്രൂണറുടെ അല്ല. 3ാമത്തെ ചോദ്യം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട്. നോക്കുക, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ്. 4ാമത്തെ ചോദ്യം, എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്ത പ്രകാരം ഊർജ്ജസ്വലത അപകർഷത എന്ന ഘട്ടത്തിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് മുതിർന്നവരുടെ ലോകത്തിൽ നിന്നും കുട്ടികൾ സമപ്രായക്കാരുടെ ലോകത്തെത്തുന്നു. അതായത് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെയും തിരിച്ചിട്ടുള്ള എറിക്സന്റെ 8 പ്രതിസന്ധി ഘട്ടങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ വരുന്ന ഒന്നാണ് ഊർജ്ജസ്വലത അപകർഷത. ഇത് മുതിർന്നവരുടെ ലോകത്ത് നിന്നും കുട്ടികൾ സമപ്രായക്കാരുടെ ലോകത്ത് എത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധിയും, ആ പ്രതിസന്ധിയിൽ വിജയിക്കുകയാണെങ്കിൽ ഊർജ്ജസ്വലതയും, ആ പ്രതിസന്ധിയിൽ പരാജയപ്പെടുകയാണെങ്കിൽ അപകർഷതയും ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോന്നും എന്താണ് എന്ന് എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തത്തിലുള്ള 8 എണ്ണം നിങ്ങൾ പഠിച്ചിരിക്കണം. 5ാമത്തെ ചോദ്യം, എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും അടിയിൽ ഏറ്റവും അടിയിലാണ് ചോദിച്ചത്. അതായത് ശാരീരിക ആവശ്യങ്ങൾ അഥവാ ജൈവിക ആവശ്യങ്ങളാണ് ശരിയായിട്ടുള്ള ഉത്തരം. ആത്മസാക്ഷാത്കാരം ഏറ്റവും അവസാനം വരുന്നതാണ്, ഏറ്റവും അടിയിലുള്ളതാണ്, ആദ്യമുള്ളതാണ് ചോദിച്ചത്. ജൈവിക ആവശ്യങ്ങൾ. ഓക്കെ, ഇങ്ങനെയാണ് പിരമിഡിൻ്റെ ഷേപ്പിലാണെങ്കിൽ ഏറ്റവും അടിയിൽ ജൈവിക ആവശ്യങ്ങളാണ് വരുന്നത്. ഏറ്റവും മുകളിൽ ഏതായിരിക്കും വരിക? ആത്മസാക്ഷാത്കാരമാണ് വരുന്നത്. 6ാമത്തെ ചോദ്യം, ഒരു കുട്ടി യോജിച്ച വാക്കുകൾ ഒഴുക്കോടെ പ്രയോഗിച്ച് ആശയപ്രകാശനം നടത്താൻ പ്രാപ്തനാണ്.
അതിനർത്ഥം തന്നെ നോക്കിക്കേ, ഭാഷാപരമായ ബുദ്ധി എന്നുള്ളതല്ലേ. അടുത്തത് 7ാമത്തെ ചോദ്യം, കുട്ടികളുടെ ഭാഷാവികാസത്തിൽ സാമൂഹിക പരിസരത്തിന് ശ്രദ്ധേയമായ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞത് ആരാണ് ചോദിച്ചാൽ വൈഗോട്സ്കി ആണ്. നോം ചോംസ്കിയൊക്കെ ഇവിടെ കാണും, പറഞ്ഞത് വൈഗോട്സ്കി ആണ്. 8ാമത്തെ ചോദ്യം, അപ്പു എന്ന വിദ്യാർത്ഥിയെ അധ്യാപകൻ എപ്പോഴും വഴക്ക് പറയും, അധ്യാപകനെ തിരിച്ചൊന്നും പറയില്ല, വീട്ടിൽ വന്നിട്ട് ആ ദേഷ്യം മറ്റുള്ള ബ്രദറിനോടും സിസ്റ്ററിനോടും അമ്മയോടും ഒക്കെ കാണിക്കുന്നു. ഇതെന്താണ് സംഭവം? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, സ്ഥാനഭ്രംശമാണ് എന്നതാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ പേര്. ഡിഫൻസ് മെക്കാനിസം പഠിച്ചോളുക. 9ാമത്തെ ചോദ്യം, ജീവിതത്തെ പ്രതിസന്ധി ഘട്ടങ്ങളായി വിഭജിച്ചുകൊണ്ടുള്ള സിദ്ധാന്തം രൂപീകരിച്ചത് എറിക്സൺ ആണ്. നമ്മൾ ഊർജ്ജസ്വലത അപകർഷത പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതേ സാധനം തന്നെയാണ്. 10ാമത്തെ ചോദ്യം, സമർത്ഥരായ സഹപാഠികളുടെയോ മുതിർന്നവരുടെയോ സഹായം പഠിതാവിനെ സ്വയം എത്തിച്ചേരാൻ കഴിയുന്നതിനേക്കാളും ഉയർന്ന വികാസ മേഖലയിൽ എത്തിക്കാൻ പറ്റും. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ആളാരാണ് എന്ന് തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, വൈഗോട്സ്കി ആണ്. അപ്പോൾ 10ൽ 10 കിട്ടിയ എത്ര പേരുണ്ട്? അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഇതിൽ 10ൽ 10 കിട്ടിയവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ദിവസം കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വരാം, ഇതിൽ കിട്ടുന്ന കമൻറ്റിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. LPUPയുടെ പുതിയ ബാച്ച് പേജ് 3 അക്കാദമിയിൽ ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ആരംഭിച്ച ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചുവടെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. ഓക്കെ, താങ്ക് യു.